ഈ വിസ്ഡത്തിൻ്റെ ഏറ്റവും ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന വിഷയത്തിന് മുന്നേ ഉണ്ടായിട്ടുള്ളൊരു മറ്റൊരു വിഷയമുണ്ട്. അത് പെരിന്തൽമണ്ണയിലൊരു പരിപാടി നടക്കുന്നുണ്ടായിരുന്ന ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിനോ അങ്ങനെ ഒരു സംഭവം ഇവർ സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ അത് 10 മണിക്ക് ശേഷം മൈക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് ഇവിടുത്തെ ഒരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷനാണ്. ആർക്കും അതിനകത്ത് ഒരു ഒഴികഴിവുമില്ല. ഏത് മന്ത്രി സംസാരിക്കുകയാണെങ്കിലും 10 മണിയാകുമ്പോൾ ഓഫാക്കിയിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ നിയമം എന്നിരിക്കെ ഇവർ അവിടെ വന്നുകൊണ്ട് പരിപാടി നടത്തുമ്പോൾ അത് 10:15 നിർത്തുന്നില്ല എന്ന് വരികയും അത് പരാതി പോവുകയും അങ്ങനെ പോലീസുകാർ വന്നിട്ട് അത് ആദ്യം അറിയിച്ചു. പിന്നീട് അവർ എന്നിട്ടും നിർത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ അവിടെ വന്ന് അത് നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നൊരവസ്ഥ ഉണ്ടായപ്പോൾ ഇവരുടനെ ചെയ്തത് എന്താണ്? നിങ്ങൾക്ക് 10 മണി കഴിഞ്ഞാലും DJ പാർട്ടി നടത്താം, ഞങ്ങൾ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുമ്പോൾ അത് നിങ്ങൾക്ക് പ്രശ്നം, നിങ്ങൾ അധാർമികതയ്ക്ക് കൂട്ടുനിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തുടങ്ങുന്ന ഒരു വശത്ത്. രണ്ടാമത്തത് ഈ ഇത് തടയാൻ വേണ്ടി വന്ന അല്ലെങ്കിൽ നിയമം നടപ്പിലാക്കാൻ വേണ്ടി വന്ന പോലീസുകാർ അവരുടെ മതം അങ്ങ് ചകഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് അതൊരു ഹിന്ദു വിശ്വാസികളാണ് അല്ലെങ്കിൽ ഒരു നോൺ മുസ്ലിംസ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഹിന്ദു മതത്തിലെ പെട്ട ആളുകളാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഉടനെ പിന്നെ പറയുന്നത് എന്താണ്? ഇത് സംഘി പോലീസാണ്, ആ പോലീസുകാരൻ സംഘിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ അങ്ങ് മാറ്റുന്നു. അപ്പോൾ ഇവരുടെ ഉദ്ദേശം യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുക എന്നതിനും അപ്പുറത്തേക്ക് സമൂഹത്തിൽ ഈ നിലനിൽക്കുന്ന നിയമ സംവിധാനങ്ങളെ അവമതിക്കുക, അതിൻ്റെ മുകളിലേക്ക് തങ്ങളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ മാത്രമല്ല സമൂഹത്തിലൊരു വർഗീയ ഒരു ചേരിതിരിവിന് പോലും വഴിവെക്കുന്ന ഒരു വളരെ ഒരു അപകടം പിടിച്ചൊരു ചിന്താഗതിക്കാരാണ് സത്യത്തിൽ ഈ കൂട്ടം ആളുകൾ എന്ന് പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.